എന്താണ് തങ്ങളെ ഈ പറയുന്നതൊക്കെ? കഷ്ടമെന്നല്ലാതെ എന്താ പറയാ? നിങ്ങളിങ്ങനെ ഈ വയസ്സുകാലത്ത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ ഈ വക ഗ്രൂപ്പിസൊക്കെ പറയേണ്ടി വരിക എന്ന് പറഞ്ഞാലേ, നിങ്ങളാണെങ്കിൽ ഇങ്ങനെ കുറച്ചെങ്കിലും ഗ്രൂപ്പിസം പറയാതെ ആവേശം ഉണ്ടാവൂല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണല്ലോ. നിങ്ങളൊക്കെ എന്തെങ്കിലും അണികൾക്ക് നല്ല ദീനീയായ നസീഹത്തും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയും ഇതൊക്കെ അല്ലേ പറയേണ്ടത്. അത് എത്രത്തോളം നിങ്ങളെ ഈ യാത്രയിലടക്കങ്ങൾ പറഞ്ഞു എന്നുള്ളതൊക്കെ സമൂഹം കണ്ടതല്ലേ. പിന്നെ ഞങ്ങളെ യാത്ര അത് സമൂഹവും രാജ്യവും ലോകവും ഏറ്റെടുത്തിട്ടുള്ള ഒരു വലിയ യാത്രയായിരുന്നു എന്നത് നിങ്ങൾക്കൊന്നും സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. അതിൻ്റെ അസൂയ കൊണ്ടൊക്കെയാണ് നിങ്ങൾ ഇതൊക്കെ പറയേണ്ടി വരുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ തങ്ങളെ? നിങ്ങളെ യാത്രയിൽ എന്താ ഉണ്ടായത്? ആരെങ്കിലും അത് ശ്രദ്ധിച്ചോ? എന്നാൽ തുടക്കത്തിലൊക്കെ ശ്രദ്ധിച്ചപ്പോൾ അതിൽ കണ്ടതെന്താ? ഷജറ സുഹാബി വിഷയം, നളന്ത എന്ന് പറയുന്നത് കേട്ട്, ഷജറ സുഹാബി വിഷയം പറയുന്നത് കേട്ട് ഇങ്ങനെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുന്നതും ഒക്കെയാണ് കേൾക്കാൻ സാധിച്ചത്. ഇതല്ലാതെ രാജ്യത്തിനും നാടിനും സമൂഹത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന എന്തെങ്കിലും നിങ്ങളെ യാത്രയിൽ കേട്ടോ? സുന്നത്ത് ജമാഅത്ത് പറയുന്നത് വിശദീകരിക്കുന്നത് കേട്ടോ? ഇതൊക്കെ നിങ്ങളെ യാത്രയിൽ നമ്മൾ അനുഭവിച്ചല്ലേ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഗ്രൂപ്പിസം പറഞ്ഞ് പരസ്പരം തല്ലുകൂടുന്നതല്ലേ കണ്ടത്. പിന്നെ ഞങ്ങളെ യാത്രയിൽ നിങ്ങൾ നോക്ക്, ഓരോ നാട്ടിലും അവിടെ സ്വീകരണ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ ജനം തടിച്ചുകൂടുന്നത് എന്തുകൊണ്ടാണ്? ആ ഓരോ നാട്ടിലും അവിടെ ആ നാട്ടുകാർക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ പൊതുവായിട്ടൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അത് ഗവൺമെൻറ്റിനോടും സമൂഹത്തോടും ബന്ധപ്പെട്ടവരോടൊക്കെ ഉണർത്തിക്കൊണ്ടുള്ള ഒരു യാത്ര, അതല്ലേ സമൂഹത്തിന് ഇന്ന് വേണ്ടത്. മാത്രമല്ല ആ യാത്രയുടെ പ്രമേയം ജനം മുഴുവൻ ഏറ്റെടുത്തില്ലേ. ഓരോ സ്ഥലത്തും അവിടെ പിന്നെ പത്രസമ്മേളനങ്ങൾ പ്രത്യേകമായിട്ട് ഓരോ സ്വീകരണ സ്ഥലത്തും സംഘടിപ്പിക്കുകയാണ്. എന്നിട്ട് സമൂഹത്തോടും പറയേണ്ട കാര്യങ്ങൾ പത്രങ്ങളിലൂടെയും അതുപോലെ മാധ്യമങ്ങളിലൂടെയും മീഡിയകളിലൂടെയും വരാൻ വേണ്ടിയിട്ട് അവരറിയിക്കുകയാണ്. അപ്പോൾ സമൂഹത്തിനൊട്ടാകെ, മനുഷ്യർക്കൊട്ടാകെ ആവശ്യമുള്ള കാര്യങ്ങൾ, അത് പ്രാദേശികമായിട്ടും അല്ലാതെയൊക്കെയുള്ള കാര്യങ്ങൾ, അത് പത്രസമ്മേളനം വിളിച്ചിട്ടും അല്ലാതെയും സമൂഹത്തിനോട് പരസ്യമായിട്ട് പറയേണ്ടത് അങ്ങനെയും പറഞ്ഞുകൊണ്ടുള്ള സ്വീകാര്യമായുള്ള ഒരു യാത്രയായിരുന്നു എന്നത് നിങ്ങളും അംഗീകരിക്കുന്നതല്ലേ. അതുകൊണ്ടല്ലേ ഈ അസൂയ? എന്താ പറയാ? അതുപോലെ കാന്തപുര ഉസ്താദും ഈ പ്രസ്ഥാനവും ഒക്കെ സമൂഹത്തിന് ചെയ്യുന്നത് എന്തൊക്കെയാണ് തങ്ങളെ? ഈ സമൂഹത്തിന് ചെയ്യുന്നത് എന്തൊക്കെയാണ്? വിദ്യാഭ്യാസപരമായ വലിയ മുന്നേറ്റം, ലോകം മുഴുവൻ പടർന്നു പന്തലിക്കുന്ന വിധത്തിലേക്ക് മഹാനായ കാന്തപുര ഉസ്താദിൻ്റെ പ്രസ്ഥാനം ഇന്ന് വളർന്നത് നിങ്ങളൊന്നും കണ്ടില്ല എന്ന് വെക്കുകയല്ലേ, വെറുതെ നടിക്കുകയല്ലേ. നിങ്ങളത് കാണുന്നില്ലേ? വിദ്യാഭ്യാസ രംഗത്താകട്ടെ, സഹായ രംഗങ്ങൾ, അത് ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങളിലാവട്ടെ, വീട് നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യങ്ങളിലാവട്ടെ, അതുപോലെ ചികിത്സകളും മരുന്നുകളും കൊടുക്കുന്ന കാര്യങ്ങളിലാവട്ടെ, അതുപോലെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ, തൊഴിൽ കൊടുക്കുന്ന കാര്യങ്ങളിലാവട്ടെ, സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളിലാകട്ടെ, എല്ലാ രംഗങ്ങളിലും പ്രത്യേകം വിങ്ങുകൾ രൂപീകരിച്ചുകൊണ്ടും അതുപോലെ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടും ഒക്കെ കാന്തപുര ഉസ്താദിൻ്റെ സംഘടനാ പ്രവർത്തനം മുന്നേറുന്നത് സമൂഹം മുഴുവൻ അറിയുകയും അത് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തതല്ലേ. അതെല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന കാര്യമല്ലേ. എന്നാൽ ചോദിക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളെ യാത്രയെക്കുറിച്ച് തന്നെ ചില നിരീക്ഷകർ പറഞ്ഞില്ലേ, നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് പോയപ്പോൾ അതിൻ്റെ പിന്നെ അതിനെക്കുറിച്ച് ചില ആളുകളൊക്കെ പറഞ്ഞില്ലേ? കേൾപ്പിക്കണോ അതൊക്കെ? നിങ്ങളിൽ എന്തുണ്ടായി എന്നതും നിങ്ങളെ യാത്രയുടെ അധോഗതി എന്താണെന്നും പച്ചയായി പരസ്യമായി പറഞ്ഞില്ലേ? ഞങ്ങളത് പറയാൻ പോകുന്നില്ല, ഞങ്ങളത് എവിടെയും പറഞ്ഞിട്ടുമില്ല. ഇപ്പം നിങ്ങൾ ഈ ജാതിയിൽ പറഞ്ഞതുകൊണ്ട് പറയാണ് തങ്ങളെ. എന്നാൽ ഞങ്ങളുടെ യാത്രയെക്കുറിച്ചും അതേ ആൾ തന്നെ, അതേ നിരീക്ഷകർ തന്നെ, ഇന്ന് മീഡിയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ നിങ്ങളെ യാത്രയും ഞങ്ങളെ യാത്രയും കമ്പയർ ചെയ്തുകൊണ്ട് വീഡിയോ ഇറക്കിയതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അതിന് വ്യത്യാസം അവർ തന്നെ പറഞ്ഞില്ലേ? ഇതൊക്കെ സമൂഹത്തിൽ നിന്ന് ഇതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കേട്ടിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇത് അറിഞ്ഞതുകൊണ്ടും കേട്ടതുകൊണ്ടുമുള്ള നിങ്ങളെ വേദനയും പ്രയാസവുമാണ് ഇങ്ങനെ ഗ്രൂപ്പിസം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെലവാക്കുന്നത്. ഇവിടെ
ഇത്രയും വലിയ സാന്ത്വന പ്രവർത്തനങ്ങളും സമൂഹത്തിന് മനുഷ്യന് ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? ഇനി നോക്ക്, നിങ്ങൾ ഈ തിരുവനന്തപുരത്ത് സമാപിക്കുന്ന സമയത്ത് അവിടെ വെച്ച് തന്നെ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സമർപ്പിച്ച പിണറായി വിജയൻ്റെ കരങ്ങളാൽ അവിടെ സമർപ്പിക്കപ്പെട്ട കാര്യം നിങ്ങൾക്കറിയില്ലേ? ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് അവരെ ക്ഷേമത്തിന് വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് സാന്ത്വന പ്രവർത്തനം നടത്താൻ വേണ്ടി ഒരു പ്രത്യേക പ്രവർത്തനം അവിടെ സമർപ്പിച്ചില്ലേ? ഇതൊക്കെ സമൂഹത്തിന് വേണ്ടിയിട്ട്, മനുഷ്യർക്ക് വേണ്ടിയിട്ട് കാന്തപുരം ഉസ്താദും പ്രസ്ഥാനവും ചെയ്യാണ്. അതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടും സമൂഹ നന്മയ്ക്ക് വേണ്ടിയും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും ഉള്ള പ്രസംഗങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും മാത്രം ഉദ്ഘോഷിച്ചു കൊണ്ടുള്ളൊരു യാത്രയായിരുന്നു അത് എന്നത് എല്ലാവരാലും സമ്മതിക്കപ്പെട്ട കാര്യമല്ലേ? എന്നാൽ നിങ്ങൾ നടത്തിയതോ എവിടെയും ഒന്നുമില്ലാതെയായിപ്പോയി. അതങ്ങനെ ഇല്ലാതെയായി പോയി എന്നത് തന്നെ പല മീഡിയകളിലും വന്നില്ലേ? നിങ്ങളത് കേട്ടില്ലേ? ഇനി നിങ്ങൾ ഈ പറഞ്ഞത് തന്നെ എന്താ? നിങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയം വന്നില്ല, അല്ലെ വേറെന്തെങ്കിലും വന്നില്ല, അത് വലിയ കറാമത്തോ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ. തങ്ങളെ ചോദിക്കട്ടെ, അവിടെ ഒറ്റ കാര്യം പറയാം. തിരുവനന്തപുരത്ത് നടന്ന ആ രണ്ട് രാഷ്ട്രീയക്കാർ പറഞ്ഞ സംഭവം തന്നെ അപ്പം തന്നെ കാന്തപുരം ഉസ്താദ് അതിൻ്റെ ഒരു വിശദീകരണം കൊടുത്തുകൊണ്ട് തന്നെ മറുപടിയും പറഞ്ഞതിലൂടെ എത്ര റാഹത്തായി. നമ്മളെ പ്രസ്ഥാനത്തിൻ്റെയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെയും ആശയം സമൂഹത്തിലേക്ക് എത്താൻ അതൊരു കാരണമായില്ലേ? എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാരണമാവാൻ വേണ്ടി ഒരു സബബ് പോലും ഉണ്ടായില്ല. എന്നിട്ട് അത് വീണടം വിഷ്ണുലോകം എന്ന് പറഞ്ഞതുപോലെ വീണത് അഭ്യാസമാക്കി മാറ്റാം. നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടായില്ല. എന്നാൽ ഞങ്ങളുടെ സ്റ്റേജിൽ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. അവിടെ പിണറായി വിജയനും അതുപോലെ പ്രതിപക്ഷ നേതാവും രണ്ട് കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ നിലപാടെന്താണ് എന്നത് സമൂഹത്തിന് വ്യക്തമാക്കി കൊടുക്കാൻ ഒരവസരം കിട്ടി. കാന്തപുരം ഉസ്താദ് അത് ഉപയോഗിക്കുകയും ചെയ്തു. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയോ? അതൊരു ഹള്ളാണ് തങ്ങളെ, അത് നിങ്ങൾക്ക് കിട്ടിയില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇടയിൽ ഇപ്പം എന്തായിക്കൊണ്ടിരിക്കുകയാണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഗ്രൂപ്പുകൾ പരിശോധിക്കുക. ഷജറയും സ്വഹാബികളെയും ഗ്രൂപ്പുകളിൽ ഞങ്ങളൊക്കെ ഉണ്ട്. അതിൽ പരസ്പരം നിങ്ങളെ മറ്റേ വിഭാഗവും അവരെ മറുവിഭാഗവും തങ്ങന്മാരെയും സയ്യിദന്മാരെയും ഉസ്താദുമാരെയും പരസ്പരം ചളിവാരിയെറിയും ചീത്ത പറയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണോ വലിയ ബഹുമാനം, വലിയ കറാമത്ത്, വലിയ ആത്മീയത? എന്താണ് തങ്ങളെ ഈ പറയുന്നത്? എന്തൊക്കെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചേരി തിരിഞ്ഞിട്ട് സംഘടന നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ തന്നെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഭീഷണി ഉണ്ടായി നിങ്ങൾ പറയേണ്ടി വന്നിട്ടില്ലേ? നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ആളുകൾ നിങ്ങൾക്ക് ഭീഷണിയുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അത് ശംസുലമക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ശംസുലമയെ അണ്ടനും അടകോടനും എന്ന് പണ്ട് വിളിച്ചിരുന്നു എന്ന് നിങ്ങളെ കൂട്ടത്തിലുള്ളവർ വിളിച്ചിരുന്നുവെന്നും എന്ന് നിങ്ങൾക്ക് നേരെയുള്ള ഭീഷണിയെ ന്യായീകരിച്ചുകൊണ്ട് നിങ്ങൾ ശംസുലമയെ നിങ്ങൾ കൊണ്ടുവന്നില്ലേ? ഇതൊക്കെ പറയേണ്ട അവസ്ഥ നിങ്ങൾക്കിടയിൽ വന്നില്ലേ? ഇതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുവല്ലേ? മസ്ലഹത്തായിട്ടുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു ഗതികേടിൻ്റെ വല്ലാത്തൊരവസ്ഥയിലും തങ്ങളെ ഒരു 4 ആളെ കാണുമ്പോഴേക്ക് ഗ്രൂപ്പിസം പറയുന്ന എന്ന് പറഞ്ഞാൽ കാന്തപുരം ഉസ്താദിനെയും പ്രസ്ഥാനത്തിനെയും ഒന്ന് കൊട്ടാൻ ശ്രമിക്കുന്ന നിങ്ങളൊക്കെ എന്താ നിങ്ങളെക്കുറിച്ച് പറയേണ്ടത്? എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ തങ്ങളെ, നിങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ഇവിടെ സമൂഹത്തിനും ജനങ്ങൾക്കും എല്ലാം അറിയാം എന്നെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കണേ തങ്ങളെ.